തലമറക്കുക എന്നത്. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് ഇപ്പൊ ചില മുസ്ലിം പെൺകുട്ടികളില്ലയോ, ഞാൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ചില മുസ്ലിം പെൺകുട്ടികളില്ലയോ, ഈ സദസ്സിൽ അത്തരത്തിലുള്ള സഹോദരിമാരില്ല എന്ന് എനിക്കറിയാം. ഇത് അത്തരത്തിലുള്ള നാടല്ല എന്ന് എനിക്കറിയാം. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. അതേ സമയത്ത് എത്ര സഹോദരിമാരാണ് സുബ്ഹാന ജല്ല ജലാലുഹു അവർ പർദ്ദ ധരിക്കുകയാണ്, എന്നിട്ടോ ശാൽ അണിയുകയാണ്, തട്ടമിടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു 4-5 സഹോദരിമാര് ഇപ്പൊ ഈ അടുത്ത് എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, ഇന്ന് വാട്സപ്പിന്റെ കാലമാണല്ലോ, എന്തും നേരിൽ കാണാൻ പറ്റിയ സൗകര്യമുള്ള കാലമാണ്. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഉസ്താദേ വാലിന്റെ സദസ്സിലതൊന്ന് സൂചിപ്പിക്കണോ? അതെന്താണ്? ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. ആ വീഡിയോ ക്ലിപ്പിൽ എന്താണുള്ളത്? ഒരു 4-5 പെൺകുട്ടികൾ അവരതാ പർദ്ദ അണിഞ്ഞിരിക്കുകയാണ്, പോരാ അവരുടെ മുഖം വെളിവാക്കിയിരിക്കുകയാണ്, തലയിൽ തട്ടമിട്ടിരിക്കുകയാണ്. ഇവർ 5 പേര് പരസ്പരം തോളത്ത് കൈവച്ചിട്ട് അതാ സെൽഫി എടുത്തിട്ട് ഇവരങ്ങ് പാട്ട് പാടുകയാണ്. ആ പാട്ട് പാടിയിട്ട് ഈ 5 പെൺകുട്ടികൾ പാടിയ പാട്ട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യപ്പെടുകയാണ്. അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഓ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ളൊരു തോന്നിവാസം ചെയ്യുകയാണെങ്കിൽ ഓ പെണ്ണെ നീ തട്ടമിടുന്നത് എന്തിനാണ്? ഓ പെണ്ണെ നീ പർദ്ദ ധരിക്കുന്നത് എന്തിനാണ്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ തലയിലിട്ട തട്ടമില്ലേ, അത് ഈമാനിൽ നിന്ന് നിർഗളിച്ച തട്ടമല്ല. നീ നിന്റെ ശരീരത്തിൽ അണിഞ്ഞ പർദ്ദയില്ലേ, അത് ഈമാനിൽ നിന്ന് നിർഗളിച്ച പർദ്ദയല്ല. ഞാൻ എന്റെ ഈമാനുള്ള സഹോദരിമാരോട് പറയട്ടെ, ലജ്ജ എന്നത് വലിയ വിഷയമാണ്. ലജ്ജയില്ലാത്ത പെണ്ണിന് വിലയില്ല കേട്ടോ. എന്താണ് ലജ്ജ? ലജ്ജ എന്ന് പറഞ്ഞാൽ ഹറാമ് ചെയ്യാൻ ലജ്ജ വേണം, ഹറാമ് നോക്കാൻ ലജ്ജ വേണം, ഹറാമ് പ്രവർത്തിക്കാൻ ലജ്ജ വേണം. അതുകൊണ്ടല്ലേ ലജ്ജ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലജ്ജയെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നൽ ഹയാ മിൻ ശറാഇൽ ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ പെട്ടതാണ് ലജ്ജ എന്നത്. ഒരു ഹറാമ് ചെയ്യുമ്പോൾ ലജ്ജ വേണം. ഓ പെങ്ങളെ, സഹോദരിമാരെ, നിങ്ങളതാ സെൽഫിയും പിടിച്ച് 5 പേര് തോളത്തങ്ങ് കൈവച്ചിട്ട് തലയിൽ തട്ടമിട്ട് നിങ്ങളങ്ങ് പാട്ടുപാടിയിട്ട് കണ്ടുകിട്ടിയ ഫേസ്ബുക്കിന്റെ പേജിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോ നീ ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് മറന്നുപോയോ? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നീ പറയിപ്പിക്കുന്നത് അല്ലാഹുവിനെയാണ്, നീ പറയിപ്പിക്കുന്നത് അല്ലാഹുവിനെയാണ്, നീ പറയിപ്പിക്കുന്നത് ഇസ്ലാമിനെയാണ്. അതുകൊണ്ടല്ലേ ലജ്ജയുള്ള ഒരു ഈമാനുള്ള പെണ്ണ്, ആ പെണ്ണ് ഒരിക്കലും അതേ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യില്ല. ഞാൻ എന്റെ സഹോദരിമാരോട് വളരെ ഗൗരവത്തിൽ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഹുർമാത്തിൻ സലാം. അല്ലാഹുക്ക് 3 ഹുർമത്തുകളുണ്ട്, 3 മഹത്വങ്ങളുണ്ട്. മൻ ഹഫിദഹുന്ന ഹഫിദല്ലാഹു ലഹു അംറ ദീനിഹി വ ദുനിയാ. ആ അല്ലാഹു തആലക്കുള്ള 3 ഹുർമത്തുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂക്ഷിച്ചാൽ ആ മനുഷ്യന്റെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും, ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സൂക്ഷിക്കുകയാണ്. വമല്ലം യഫലഹുന്ന, അതേ സമയത്ത് ആ പുരുഷന്മാരോ സ്ത്രീകളോ അല്ലാഹുവിന്റെ ആ 3 ഹുർമത്തുകളെ അവരങ്ങ് സൂക്ഷിച്ചില്ല എങ്കിൽ ലം യഫലില്ലാഹു ലഹു ശൈആ, അവരുടെ ഒരു കാര്യവും റബ്ബ് സൂക്ഷിക്കൂല. ഏതാണ് ആ 3 കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്ന് ഹുർമത്തുൽ ഇസ്ലാമി. ഒരു മുസ്ലിമിന് എപ്പോഴും ഒരു ബോധം വേണം, ഞാൻ ഒരു മുസ്ലിമാണ് എന്ന്. ഇസ്ലാമിന് മഹത്വമുണ്ട്. ആ ഇസ്ലാമിന്റെ മഹത്വം ഒരു പെണ്ണ് കീപ്പ് ചെയ്തില്ല എങ്കിൽ, ഒരു പുരുഷൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ അല്ലാഹു അവന്റെ ഒരു വിലയും കൽപ്പിക്കൂല. അവന്റെ ദുനിയാവിന്റെ കാര്യമല്ല ശ്രദ്ധിക്കൂല, അവന്റെ ആഖിറത്തിൽ അല്ല പരിഗണിക്കൂല. രണ്ടാമത്തത് എന്താ പറയുന്നത്? വഹുർമതി,
എനിക്കൊരു മഹത്വമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിനൊരു മഹത്വമുണ്ട്, അത് ശ്രദ്ധിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ. മറ്റൊന്ന് വഹുർമതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന എനിക്കൊരു മഹത്വമുണ്ട്, ആ മഹത്വം ശ്രദ്ധിക്കണം. ഈ മൂന്നാമത്തേത് ഏതാണ്? വഹുർമതു റഹിമി, എന്റെ കുടുംബമായ മഹാന്മാരായ സാദാത്തുക്കളുണ്ട്, ആ സാദാത്തുക്കൾക്കൊരു മഹത്വമുണ്ട്, തങ്ങന്മാർക്കൊരു മഹത്വമുണ്ട്, ആ മഹത്വം ശ്രദ്ധിക്കണം. ഈ മൂന്ന് മഹത്വം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരിക്കലും അല്ലാഹ് അവനെ ശ്രദ്ധിക്കൂല, അവന്റെ ദുനിയാവിന്റെ കാര്യമുള്ള കണക്ക് വെക്കൂല, പരലോകത്ത് അല്ലാഹ് അവനെ പരിഗണിക്കൂല. ഇവിടെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. തട്ടമിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കാണിക്കുന്ന സഹോദരിമാര് അള്ളാഹ്ക്ക് വില കൽപ്പിച്ചില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വില കൽപ്പിച്ചില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയട്ടെ. അത് മാത്രമല്ല, ആനുകാലിക വിഷയം എന്നോണം ഞാൻ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്പൊ വാട്സപ്പുകളിലൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നു. എന്താണ് വീഡിയോ? എന്റെ നാടായ മംഗലാപുരത്ത്, നാട് എന്റേതായിട്ട് കാര്യമില്ലല്ലോ, സുബ്ഹാന ജല്ല ജലാലുഹു, മക്കത്ത് ജനിച്ച, മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചില്ലേ? അതേ മക്കത്തല്ലേ അബൂജഹലും ജനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, മംഗലാപുരത്തൊരു മോളുണ്ട്. ആ ഷോപ്പിംഗ് മോളിൽ അതേ ഒരു സ്റ്റേജിൽ കയറിയിട്ട് പെൺകുട്ടികളങ്ങ് മ്യൂസിക് പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്, കൂട്ടത്തിലൊരു പെണ്ണുണ്ട്. ആ പെണ്ണ് പർദ്ദയണിഞ്ഞിരിക്കുന്നു, തലയിൽ തട്ടമിട്ടിരിക്കുന്നു. ഞാൻ എന്തിനാണ് മംഗലാപുരത്ത് നടത്തിയ ആ സംഭവത്തെ കുറിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശമായ കളിക്കാവിളയിൽ വെച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ ഈ സംസാരം ആ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ചെയ്ത ആ പെങ്ങളെ ചെവിയിലങ്ങ് എത്തിയാലോ, ഇത് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇതൊരു ക്ലിപ്പായിട്ട് ആ പെണ്ണിന്റെ വാട്സപ്പിൽ അങ്ങ് എത്തിയിട്ട് അവളങ്ങത് കേട്ടാൽ അവൾ അല്ലാഹുവിനെ ബഹുമാനിച്ചു, ഇസ്ലാമിനെ വില കൽപ്പിച്ചു. ഇനിമേൽ അത്തരത്തിലുള്ളൊരു സ്റ്റേജിൽ കയറി ഇറങ്ങാതെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാലോ, എന്റെ സംസാരം ഉൾക്കൊണ്ടതുകൊണ്ട് ഞാനങ്ങ് രക്ഷപ്പെട്ടില്ലയോ? ഈ പരിപാടി സംഘടിപ്പിച്ച ഇവിടെയുള്ള SYSന്റെ പ്രവർത്തകർ രക്ഷപ്പെട്ടില്ലയോ? ഈ സദസ്സിൽ ഒരുമിച്ചുകൂടെ സഹകരിച്ച ഉമ്മമാര് രക്ഷപ്പെട്ടില്ലയോ? സഹോദരന്മാര് രക്ഷപ്പെട്ടില്ലയോ? സ്റ്റേജിൽ കയറിയിട്ട് ആ പെണ്ണ് നൃത്യം കളിക്കുകയാണ്. ഇന്നാലില്ല, അല്ലാഹ്ക്ക് ഹുർമത്തില്ലേ? അല്ലാഹുവിന്റെ ബഹുമാനമില്ലാതെയാക്കാൻ പറ്റുമോ? മ്യൂസിക് പാട്ട് കേൾക്കുന്നത് തെറ്റാണ്, അതിനൊക്കെ ഡാൻസ് ചെയ്യുന്നത് തെറ്റാണ്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് കല്യാണ വീട്ടിന്റെ തലേന്നായാലോ കല്യാണ ദിവസത്തിലായാലും ചില ഹാജിയാക്കന്മാരെ വീട്ടിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടത്തുന്നുണ്ട്. അത് പണത്തിന്റെ പേരിലുള്ള പവറാണെങ്കിലോ, ഓ ഹാജിയാരെ, റബ്ബിനോട് കാണിക്കുന്ന ധിക്കാരമാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ? ഓ ഉമ്മമാരെ, നിങ്ങൾ മാതൃകയായി സ്വീകരിക്കേണ്ടതാരെയാണ്? മഹാന്മാരായ മഹതിമാരെയാണ്. അല്ലാഹു തആലയെ പേടിച്ച് ജീവിച്ച മഹതിമാരില്ലോ, ആ മഹതിമാരെയാണ്. കാരണം അറിയോ, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുത്ത ഒരു പ്രത്യേകമായ ഒരു വിഭാഗമാണ് സ്ത്രീകളെന്ന്. അല്ലാഹു തആല അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. എന്താ നിങ്ങളൊന്നും ആമീൻ പറയാത്ത? നിങ്ങളെക്കാണോ മോശക്കാരവർ? അവരൊക്കെ നല്ലവരാ. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ഒരു പെണ്ണ് നന്നായാൽ അവളെപ്പോലെ ഒരാളും നന്നാവൂല. ഒരു പെണ്ണ് ചീത്തയായാൽ അവളെപ്പോലെ ഒരാളും ചീത്തയാകില്ല. നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണ്. ചില പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ പറഞ്ഞത് അതുപോലെ കേൾക്കുന്ന പുരുഷന്മാരുണ്ട്. ചില സ്ത്രീകളുണ്ട്, ഭർത്താക്കന്മാർ പറഞ്ഞത് എന്തൊക്കെയാണോ അതൊക്കെ അനുസരിക്കും, ഇവരങ്ങോട്ട് തിരിച്ചൊന്നും പറയില്ല. അങ്ങനെയുള്ള നല്ല സ്ത്രീകളുണ്ട്.
എന്നാൽ രണ്ടാമത്തത് പറഞ്ഞത് നല്ല സ്വഭാവമാണ്, ആദ്യത്തത് വളരെ മോശമാണ്. അതിന്റെ അർത്ഥം എന്താ? ഭാര്യമാർ പറഞ്ഞാൽ ഭർത്താക്കന്മാർ കേട്ടുകൂടാന്നല്ല, ചിലതൊക്കെ കേൾക്കണം. എന്നാൽ കേൾക്കാൻ പാടില്ലാത്ത ചില കാര്യമുണ്ട്, അതും കൂടി കേൾക്കാം. അത് വലിയ പ്രയാസ, അതുണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഒരു ചങ്ങായി കല്യാണം കഴിച്ചപ്പോ കല്യാണം കഴിച്ചതിന് ശേഷം വീട്ടിൽ വലിയ എന്താണ് തർക്കം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തർക്കം. എന്താ തർക്കം അറിയോ? ഭർത്താവ് പറയാണ് ഭാര്യനോട്, നീ എന്നെ വല്ലാതെ പേടിക്കുന്നു അല്ലേ? അപ്പൊ ഭാര്യ പറയാണ് ഭർത്താവിനോട്, നിങ്ങൾ എന്നെ വല്ലാതെ പേടിക്കുന്നു അല്ലേ? അപ്പൊ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ നിങ്ങളെ വല്ലാതെ പേടിക്കുന്നു പറയാൻ കാരണം എന്താ? അതിന് കാരണം പറയാൻ ഇച്ചങ്ങാരികൾ ഒന്നുമില്ല, ഒരു കാരണമില്ല, ഇയാൾ ചുമ്മാ പറഞ്ഞതാ. അതേ സമയത്ത് ഭാര്യനോട് ഇച്ചങ്ങാരി ചോദിച്ചു, അല്ല എന്നാ പിന്നെ നീ ഒരു കാരണം പറയും, എന്താ കാരണം? ഞാൻ നിന്നെ വല്ലാതെ പേടിക്കുന്നു എന്നാണ് നീ പറയാ, എന്താ വാട്ട് ഈസ് ദ റീസൺ, എന്താ കാരണം? അപ്പൊ ഇച്ചങ്ങാരിനോട് ഈ പെണ്ണ് പറയാണ്, അത് ഞാന് ഇപ്പോഴല്ല, കല്യാണം കഴിക്കുന്ന മുമ്പ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നോട് വലിയ പേടിയാണ്. അതെന്താ അങ്ങനെ? അതങ്ങനെ ചോദിക്കാൻ കാരണം തരുമോ? നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നത് ഒറ്റക്കല്ലല്ലോ. നിങ്ങൾ പെണ്ണ് കാണാൻ വന്നത് എങ്ങനെയാ? 4-5 പേരെ കൂട്ടിയിട്ടല്ലേ വന്നത്? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നിങ്ങളെ ഗ്രൗണ്ടിൽ നിങ്ങളെ കൂടെ കളിക്കുന്ന, പന്തെറിയുന്ന, ബാറ്റിംഗ് ചെയ്യുന്ന അവരെയൊക്കെ കൂട്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നത്. അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കി ആളൊരു പേടിയുള്ള ആളെന്നാണ് ഞാൻ അപ്പൊ തന്നെ മനസ്സിലാക്കി. എന്നാൽ ഞാൻ കരുതി അല്ല, ഏതായാലും അത് ആദ്യം ഒരു കാണലായിരിക്കുമല്ലോ, അപ്പൊ അങ്ങനെ ഒരു പുതിയ ഒരു കാണുന്ന സമയത്ത് ഒരു പേടി ഉണ്ടാവും കരുതി കൂട്ടിക്കൊണ്ടുവന്നായിരിക്കും എന്ന് ഞാൻ കരുതി. ഞാൻ മിണ്ടാതിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്ന സമയത്തും സുബ്ഹാനല്ലാഹ്, ഇവിടെ അങ്ങനെ ഉണ്ടോ? നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ട് താളാന്നറിയും. താളാന്ന് അറിഞ്ഞെന്തറിയോ? കല്യാണം കഴിഞ്ഞിട്ട് ചെക്കന്മാരുടെ ഭാഗത്ത് നോക്കി ചില ചെക്കന്മാരെല്ലാം കൂടിയിട്ട് ഭാര്യന്റെ വീട്ടിൽ പോകുന്ന ഒരു സ്വഭാവമല്ലേ? എന്താ കല്യാണം കഴിഞ്ഞ് നിക്കാഹല്ല കഴിഞ്ഞിട്ട് ഭാര്യന്റെ വീട്ടിൽ, ഭാര്യ പറഞ്ഞ മനസ്സിലായില്ലേ, പെണ്ണിന്റെ വീട്ടിലേക്ക് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും കൂടിയിട്ടൊന്ന് പോകൂലേ? എന്താ പറയാ? ആ സംഗതി ഇവിടെ ഉണ്ടോ? ആ കാര്യം ഉണ്ടോ? ഇപ്പൊ ഇല്ലാതെയോ? ഇല്ലല്ലോ, ഉണ്ട്. അതിന് നമ്മുടെ ഭാഗത്തൊക്കെ താളാന്ന് പറയാ. എന്നാൽ അങ്ങനെ അതിന് വന്ന സമയത്ത് നിങ്ങൾ ഒറ്റക്കല്ലല്ലോ വന്നത്, നിങ്ങൾ കൂടെ ഒരു ബസ് നിറയെ ആളുകൾ വന്നില്ലേ? അപ്പൊ ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് പേടി മാറിയിട്ടില്ല, വീണ്ടും പേടിയുണ്ട്. അങ്ങനെയാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അബദ്ധം പറ്റിപ്പോകും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഭാഗത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ഈ അമ്മായി മരുമകൾ എന്ന് രണ്ടുണ്ട്. അമ്മായി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ? ഭാര്യന്റെ ഉമ്മാക്ക് മാമീന. മാമീൻ. നമ്മുടെ ഭാഗത്ത് മാമീൻ തന്നെ. ആവശ്യത്തിന് നമ്മളുണ്ടാവും ഒരുപോലെയാ, നമ്മളും ഇവിടുത്തെ ആളുകളൊക്കെ മാമീൻ. അങ്ങനെ അമ്മായി മരുമകൾ വലിയ പ്രശ്ന ചില സ്ഥലങ്ങളിലൊക്കെ. ഇവിടൊക്കെ ഭാര്യമാരുടെ വീട്ടിലാണോ താമസം? ഭർത്താക്കന്മാരുടെ വീട്ടിലാ ഭർത്താക്കന്മാർ. എന്നാ പിന്നെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളുണ്ട്, കണ്ണൂരിലൊക്കെ. അവിടെയൊക്കെ ആണിനെ ഇങ്ങോട്ട് കെട്ടിച്ചേക്കല, പെണ്ണിനെ അങ്ങോട്ട് കെട്ടിച്ചേക്കലല്ല. അവൻ പറയുമ്പോ പൊടിയായി ക്ലിപ്പാക്കി ഇപ്പൊ അങ്ങോട്ട് അയച്ചാൽ കണ്ണൂരിലേക്ക് പിന്നെ നോട്ടൂർ സത്താഫി വരാൻ പാടില്ല. തിരുവനന്തപുരത്ത് പോയി കണ്ണൂരുകാരെ കുറ്റം പറഞ്ഞു പറയും. അങ്ങനൊന്നല്ല കേട്ടോ, കണ്ണൂരിന് വലിയ മഹത്വമുണ്ട്. ഞാനിപ്പോ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ എങ്ങനെയാ? ഭർത്താവ് ഭാര്യന്റെ വീട്ടിലാണ് താമസം, ഭാര്യ ഭർത്താവിന്റെ വീട്ടിലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പോ അവിടെ ഈ പ്രശ്നം ഉണ്ടാവാറില്ല. കാരണം എന്താ? അവിടെ പിന്നെ പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ഉമ്മയും മകളും തമ്മിലുള്ള പ്രശ്നമായിരിക്കണം. കാരണം ഓളെ വീട്ടിലല്ലേ അവൾ താമസം. അതേ സമയത്ത് നമ്മുടെ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഭാര്യ അതുപോലെ തന്നെ ഭാര്യന്റെ മാമി, ഭർത്താവിന്റെ ഉമ്മ വലിയ പ്രശ്ന. ഭർത്താവ് വലിയ കുടിക്കില്ല. കാരണം എന്തല്ലോ, ഭാര്യനെ കൂടുതൽ സ്നേഹിച്ചാൽ ഉമ്മാക്ക് വലിയ വിഷമം, ഉമ്മാനെ എല്ലാവരും പോയി കളിച്ചാൽ ഭാര്യക്ക് വിഷമം. അങ്ങനെ രണ്ടും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പിന്നെ എല്ലാം റായത്തായി പോകും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നു. ഒരാളിനോട് തമാശ പറഞ്ഞു. എന്താ തമാശ? ഭാര്യയും മരുമകളും മാമിയും, മരുമകൾ എന്നല്ല മകന്റെ ഭാര്യക്ക്, മരുമകളും മാമിയും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം, ഒരു കട്ടിലിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ മരുമകൾ ഇങ്ങനെ നിൽക്കുകയാണ്, മാമി കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മാമി മരുമകളോട് ചോദിച്ചു, ഞാൻ കട്ടിലിൽ ഇരുന്നാൽ നീ എന്ത് ചെയ്യും? അപ്പൊ മരുമകൾ പറഞ്ഞു, ഞാൻ ഇപ്പുറത്തൊരു കസേര ഉണ്ടല്ലോ, ഞാൻ ആ കസേരയിലിരിക്കും. കാരണം കട്ടിലിരിക്കൂല, നിങ്ങൾ ബഹുമാനിച്ചിട്ട് ഞാൻ കുറച്ച് ഇപ്പുറം കസേരയിലിരിക്കും. അപ്പൊ മാമി ചോദിച്ചു, അല്ല പിന്നെ ഞാൻ കസേരയിൽ ഇരുന്നാൽ നീ എന്ത് ചെയ്യും? അപ്പൊ മരുമകൾ പറഞ്ഞു, നിങ്ങൾ കസേരയിൽ ഇരുന്നാൽ ഞാൻ നിലത്തിരിക്കും. എന്നാ പിന്നെ ഞാൻ കസേരയിൽ ഇരിക്കുന്നത് അതപൂലാണല്ലോ, എന്നാ പിന്നെ ഞാൻ നിലത്തിരിക്കും. അപമര്യാദയാണല്ലോ, ബഹുമാനം വേണ്ടേ? ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഞാനങ്ങ് നിലത്തിരിക്കും. എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് മാമി ചോദിച്ചു, അല്ല ഞാനങ്ങ് നിലത്തിരുന്നാലോ നീ എന്ത് ചെയ്യും? ഞാൻ അപ്പുറത്ത് ഒരു കുഴിയെടുത്ത് അതിൽ പോയി ഇരിക്കും. അപ്പുറത്തൊരു കുഴി ഉണ്ടാവും, ആ കുഴി എടുത്ത് അതിൽ പോയിരിക്കും. അല്ല ഞാൻ ആ കുഴിയിൽ വന്നിരുന്നാലോ നീ എന്ത് ചെയ്യും? ഞാന്
വേഗം കുഴി അങ്ങ് മൂടിയിട്ട് കിട്ടിയത് സലാമത്തായി പറഞ്ഞ് ഞാൻ അവിടുന്ന് പോകുന്നു. എന്താ ഈ മരുമകള് മാമയെ കുടുക്കിയത് അങ്ങനെയാ. അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നിങ്ങൾ നന്നാക്കി തരട്ടെ. ഇവിടെ ഒന്നും ഞാൻ ഇല്ലാതെ മനസ്സിലാക്കുക. അല്ലാഹു തആല എല്ലാ മാമിമാർക്കും എല്ലാ മരുമക്കൾക്കും അല്ലാഹു നല്ല സ്വഭാവം നല്ല ബുദ്ധി അല്ലാഹു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പെണ്ണ് നന്നായാൽ അത്രയും നന്നാകുന്ന ഒരാൾ ഉണ്ടാവൂല. അങ്ങനെ നന്നായ ഒരുപാട് മഹതിമാരുണ്ട്. അതുകൊണ്ടല്ലേ ഒരു പെണ്ണ് ചീത്തയായാലോ അത്രയും ചീത്തയാകുന്ന വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ലുക്മാനുൽ ഹകീം മഹാനവരുകൾ ഇടക്കിടക്ക് മകനെ വിളിച്ച് ഉപദേശിക്കാറുണ്ട്. മകൻ നന്നാകാൻ ഒരുപാട് ഉപദേശങ്ങൾ ഇടക്കിടക്ക് മകനെ വിളിച്ച് മഹാനവരുകൾ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശിച്ച കൂട്ടത്തിൽ ഇടക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്. യാ ബുനയ്യ, ലുക്മാനുൽ ഹകീം തങ്ങൾ മകനെ വിളിച്ച് ഇടക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, നീ സിംഹത്തിന്റെ പിന്നാലെ നടന്നാലും സാരല്ലോ, പെണ്ണിന്റെ പിന്നാലെ നടക്കരുത്. സിംഹത്തിന്റെ പിന്നാലെ നടന്നാലും സാരമില്ല, പെണ്ണിന്റെ പിന്നാലെ നടക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മൊയ്ലാരെ നിങ്ങൾ പെണ്ണിനെ കുറ്റപ്പെടുത്താണോ? അല്ല, എനിക്ക് നല്ല ബോധമുണ്ട്. എന്റെ ഉമ്മ പെണ്ണാണ്. അതെ, എന്റെ ഉമ്മാന്റെ അതേ പ്രായമുള്ള ഉമ്മമാർ ഈ വിനീതന്റെ സംസാരം കേൾക്കാൻ ഇരുട്ടത്ത് ഇരിക്കുന്നുണ്ടാകുമല്ലോ. പെണ്ണിനെ നിസ്സാരപ്പെടുത്തുകയല്ല, പക്ഷേ പെണ്ണിനെ കൊണ്ട് പലപ്പോഴും പലരും അബദ്ധത്തിൽ പോയി പെടാറുണ്ട്. ലുക്മാനുൽ ഹകീം തങ്ങൾ മകനെ വിളിച്ച് ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, നീ സിംഹത്തിന്റെ പിന്നാലെ നടന്നാലും സാരമില്ല, നീ ഒരിക്കലും പെണ്ണിന്റെ പിന്നാലെ നടക്കരുത്. എന്താണ് അതിന്റെ കാരണം? അതിന് കാരണമായി മാനവരികൾ മകനോട് പറയുന്നത്, സിംഹത്തിന്റെ പിന്നാലെ നടന്നാൽ ഏറിയാൽ സിംഹം നിന്നെ കൊന്നുകളയോ. അത് ചിലപ്പോ നീ ഈമാൻ കിട്ടിയിട്ടായിരിക്കും മരിക്കുക. അതേ സമയത്ത് പെണ്ണിന്റെ പിന്നാലെ നടന്നാൽ നിന്റെ ജീവനല്ല പോകുന്നത്, നീ ആ പെണ്ണ് കാരണമായി വഴിതെറ്റിപ്പോയാലോ നിന്റെ ഈമാന് തന്നെ തെറിച്ചു പോകും കേട്ടോ, ഈമാന് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. ആ ഈമാന് നഷ്ടപ്പെട്ടു പോകൂ. നേരത്തെ കണ്ട ഉമർക്കാണ് അവിടുന്ന് കണ്ടേ. അള്ളാഹു അയാൾക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളവിടുന്ന് പമ്പുന്ന് കണ്ടയാളാ. നമ്മളങ്ങോട്ട് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വണ്ടി കയറിയിട്ട് ഇങ്ങോട്ട് യാത്ര വരുന്ന സമയത്ത് പിന്നെ ഒരാൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഞാൻ ഇയാൾക്ക് എന്തോ ഒരു തെറ്റുപറ്റിയെന്നാ ഞാൻ അങ്ങനെ ഉൾക്കൊള്ളാം. അങ്ങനെയാണല്ലോ. കാരണം ഈ മംഗലാപുരത്ത് എന്നെ എങ്ങനെയാ തിരുവനന്തപുരത്തിന്റെ ഒരു ഭാഗത്തുള്ള ഒരാൾക്ക് അറിയാം. അപ്പൊ ഞാൻ കരുതി ഇയാൾക്ക് ഒരു തെറ്റുപറ്റിയതാണ്. അപ്പൊ ഇയാളിങ്ങനെ ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു. ഞാൻ മെല്ലെ ക്ലാസ് ചില്ലങ്ങ് താഴ്ത്തി. അപ്പൊ എന്നോട് ഇങ്ങനെ കാണിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ചോദിക്കാം, കളസയാണോ എന്ന് ചോദിച്ചാൽ. കളസ എന്റെ പേര് അങ്ങനെയാണല്ലോ, നോക്കുൽ സത്താഫി കളസ. കളസ എന്ന് പറഞ്ഞ എന്റെ ഡിഗ്രി ഒന്നല്ലോ, എന്റെ ഡിഗ്രി സത്താഫിയാണ്. കളസ എന്ന് പറഞ്ഞ എന്റെ നാടുപേരാ, നാട്ടിലെ പേര്. അപ്പൊ എന്നോട് കളസയാണ് അതേയാണ്. അപ്പൊ പിന്നെ മനസ്സിലായി വാട്സപ്പ് ഓൺലൈൻ ഒക്കെ ഉള്ളതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് കളീക്കാവിലെ പരിപാടിയാണെന്ന്. അപ്പൊ മുമ്പ് പറഞ്ഞ അവസ്ഥ എത്ര മണിക്കാണ്? അപ്പൊ കൂടെയുള്ളവർ ഇത്ര മണിക്കാണ് സമയം പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ കരുതി ഇയാൾ ചുമ്മാ പറഞ്ഞായിരിക്കും. നോക്കുമ്പോ സദസ്സിലെത്തി ഉമർക്ക അല്ലേ. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ആരും ആമീൻ പറയില്ല, കാരണം ദുആ അയാൾക്ക് മാത്രമാണ്. ഈ മൊയ്ലാൻ എന്താ ഇപ്പൊ വന്നിരുന്ന ആൾക്ക് ദുആർക്കാണ്. നമ്മൾ കുറെ മണിക്കൂറുകളോളായി ഇവിടെ ഇരുന്ന് വേദനയൊക്കെ നമുക്ക് ആർക്കും ദുആർക്കുന്നില്ല. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. അഹമ്മദുൽ കബീർക്കല്ലേ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഒരാളെ പേരൊന്ന് നേരത്തെ ചോദിച്ചാൽ അവര് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ഞാൻ മൂപ്പനോട് നേരത്തെ പറഞ്ഞു സൗണ്ട് ഗംഭീരാണെന്ന് ചോദിച്ചു. നമുക്ക് സൗണ്ട് ഗംഭീരാണെങ്കിലും അല്ലെങ്കിൽ പ്രശ്നം കേട്ടോ, മൈക്കില്ലെങ്കിൽ നമ്മളാന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. ഞാൻ മൂപ്പരോട് വെറുതെ ഒന്ന് ചോദിച്ചതാ, എല്ലാവരും ചോദിക്കുമ്പോൾ ഒന്ന് ചോദിച്ചതാ സൗണ്ട് ഗംഭീരാണോ. അപ്പൊ മൂപ്പർ പറഞ്ഞു അതൊന്നും നമ്മുടെ കയ്യിലല്ല, അതൊക്കെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു അത്. ഞാൻ ചിലപ്പോ വേറെ വേദനകളൊക്കെ ഞാൻ പറയും. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. സിംഹത്തിന്റെ പിന്നാലെ പോയാൽ ചിലപ്പോ ജീവൻ പോകുന്നേ ഉള്ളൂ. അതേ സമയത്ത് പെണ്ണിന്റെ പിന്നാലെ നടക്കരുത്, കാരണം നിന്റെ ഈമാന് തിരിച്ചു പോകുന്നു. ഈമാൻ വലിയ വിഷയമാണ്, ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. ആ ഈമാന് പണയം വെക്കേണ്ട സമയത്ത് പോലും
പണയം വെക്കാത്ത മഹതിമാരില്ലേ? അതാ ഞാനിപ്പോ പറയുന്നത്. തട്ടമിട്ട് സ്റ്റേജിൽ കയറിയിട്ട് കണ്ടുകിട്ടിയ ഷോപ്പിംഗ് മോളുകളിൽ ഡാൻസ് കളിക്കാൻ എന്ത് രസമാണ്, നൃത്യം കളിക്കാൻ എന്ത് ഹരമാണ്. സെൽഫി എടുത്തിട്ട് പാട്ട് പാടാനും അത് കണ്ടുകിട്ടിയ ഫേസ്ബുക്കിന്റെ പേജുകളിൽ പോസ്റ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എന്തൊരു രസമാണ്. എന്നാൽ അത് ഈമാൻ കുറഞ്ഞതുകൊണ്ടാണ്. പണയം വെക്കൽ അതേ നിർബന്ധമായ സമയത്ത് പോലും ഈമാന് പണയം വെക്കാതെ ഈമാനിന് മുൻതൂക്കം കാണിച്ച മഹതിമാരെ മറക്കാൻ പറ്റുമോ? അറിയില്ലേ ഉമ്മമാരെ, ആരാണ് മാഷിത്തത്ത് ബിന്ത് ഫറോവയെ കുറിച്ച് പരിചയമില്ലേ? ആരാണ് ഫിറഔൻ? മൂസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചയാളല്ലേ? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ വലിയ തമ്പുരാനെന്ന് പ്രഖ്യാപിച്ചവനല്ലേ? ആ ഫറോവയുടെ വീട്ടിൽ ഫറോവയുടെ ഫിറഔനിന്റെ മകളുടെ മുടി ചീകിക്കൊടുക്കുന്നൊരു മഹതിയാണ്. ഫിറഔനിന്റെ മകളുടെ തലമുടി ചീകിക്കൊടുക്കുന്നൊരു മഹതിയുണ്ട്. ആ മഹദി അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്ന മഹദിയാണ്. ആ മഹദി ഫിറഔനിന്റെ മകളുടെ മുടി അങ്ങ് ചീകിക്കൊടുക്കുമ്പോ ചീകിക്കൊടുക്കാൻ ഉപയോഗിക്കുന്ന ചീർപ്പ് നിലത്തന്നെ വീണു. പരിസരത്തെല്ലാവരും ഉണ്ട്. ആ ചീർപ്പ് ആ മഹദി അങ്ങ് പൊക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ബിസ്മില്ലാ, നിലത്ത് വീണ ചീർപ്പ് ഞാൻ അതാ പൊക്കുന്നത് അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ടാ. ബിസ്മില്ലാക്ക് വലിയ മാറ്റമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, മഹത്വമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മുന്നിൽ ബിസ്മില്ല എഴുതി വെക്കരുത്. നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പിന്നിൽ ബിസ്മില്ല എഴുതി വെക്കരുത്. സുബ്ഹാനല്ലാഹ്, ചില വാഹനങ്ങൾ അങ്ങ് കാണുമ്പോ തോന്നിപ്പോകും ഖുർആന് 30 ജുസു മിച്ച കാലിലാ. ഇവന്റെ കാലിന്റെ പിന്നാലെ നോക്കുമ്പോ ഖുർആന് 30 ജുസു ഉണ്ടോന്ന് തോന്നാണ്. ചില മനുഷ്യന്മാർ ആയത്തുൽ കുർസി മുഴുവൻ അങ്ങ് എഴുതി വെക്കുക. എന്താ കാരണം? കാറ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. എന്നാൽ ചിലപ്പോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കില്ല. നിങ്ങൾ എഴുതി വെച്ച ആ ആയത്തിൽ നജസ് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആയത്തുൽ കുർസിയോട് മാത്രമുണ്ടോ? എന്നാൽ ഒരു കാര്യം ചെയ്തോ, വാഹനത്തിൽ അങ്ങ് കയറുന്ന സമയത്ത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന ദിക്റങ്ങ് ചൊല്ലിയിട്ട് സ്റ്റീയറിംഗ് അങ്ങ് അതാ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആയത്തുൽ കുർസി അങ്ങ് ഓടിക്കോ. എന്നാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിങ്ങൾക്ക് കാവലാണ്. അതേ സമയത്ത് അതിന്റെ കാവല് കിട്ടാൻ വേണ്ടി നിങ്ങൾ വണ്ടിയുടെ മുന്നിലോ പിന്നിലോ എഴുതി വെക്കേണ്ടതല്ല. ചിലപ്പോ ചളികൾ വന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. അതിന് അപമര്യാദയായി പെരുമാറിയതുപോലെയാവൂ. അത് പാടില്ല. അതേ സമയത്ത് ബിസ്മില്ലാ, ഈ മഹദി നിലത്ത് വീണ ചീർപ്പങ്ങ് മേലോട്ട് വെക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞത് ബിസ്മില്ലാ. ബിസ്മില്ലാക്ക് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിന്റെ സ്വന്തം വീട്ടിൽ എന്നെ കയറി ചെല്ലുമ്പോ ബിസ്മില്ല ചൊല്ലാതെ കയറിക്കൂടാ. എത്ര പേരായി കൂട്ടത്തിലുള്ളത്? വീട്ടിൽ എന്നെ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വീട്ടിൽ കയറുന്ന എത്ര പേരാണുള്ളത്? അതേ സമയത്ത് വീട്ടിൽ കയറുന്ന സമയത്ത് എടി 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 എന്ന് വിളിക്കും. ആരെ വിളിക്കാം? ഭാര്യയെ വിളിക്കാണ്. വിളിച്ചത് ഓ എന്ന് പറഞ്ഞില്ല എന്ന് കണ്ടാൽ പിന്നെ അങ്ങ് കുറച്ച് ചീത്ത പറയും. അങ്ങ് തുടങ്ങും, ചീത്ത പറച്ചിലങ്ങ് തുടങ്ങും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണം തരുമോ? മഹാന്മാർ പറഞ്ഞത് വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലാത്തത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതെന്തായാലും പറയാൻ കാരണം വീട്ടിന്റെ ഉള്ളിൽ എന്തൊക്കെ പ്രയാസങ്ങളാ, എത്ര പ്രതിസന്ധിയാ, എത്ര പ്രശ്നങ്ങളാണ്. ഒരു ചങ്ങായി, ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് വേദന പോയതാണ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് വേദന പോകുന്നുണ്ട്. പലപ്പോഴും പലരും നമ്മളോട് പല പ്രയാസങ്ങൾ വന്നിട്ട് പറയും, ഇവിടെ തന്നെ ഒരുപാട് പ്രയാസം പറഞ്ഞവരുണ്ട്. അമ്മ എല്ലാവരും പ്രയാസം മാറ്റി തരണ്ടേ? അതേസമയത്ത് ഒരു സ്ഥലത്ത് വേദന പോയി. അങ്ങനെ വേദന പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വേദന കഴിഞ്ഞ് വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് ഓടി എന്ന് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭാര്യ എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം.
ഭാര്യന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലാഹു തആല നിന്റെ സ്വഭാവവും എന്റെ സ്വഭാവവും നിന്റെ ഭാര്യന്റെ സ്വഭാവം എന്റെ ഭാര്യന്റെ സ്വഭാവം എല്ലാവരും സ്വഭാവം നന്നാക്കി തരട്ടെ. എന്താ അറിയോ? കുഴപ്പമുള്ളത് ഇച്ചങ്ങായിലാണോ ഭാര്യയിലാണോ അറിയില്ലല്ലോ. നമ്മൾ വെറുതെ ഓൾക്ക് മാത്രം തുറന്നിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് പറയാമോ? അപ്പൊ ഇച്ചങ്ങായി പറഞ്ഞു, പറയാൻ ഉസ്താദേ, ഓള് എന്നെയും എന്റെ മക്കളെയും വീട്ടിലാക്കി ഓളിപ്പോ ഓളെ വീട്ടിൽ പോയി ഇരിക്കുകയാണ് ഉസ്താദേ. എത്ര വിളിച്ചാലും വരുന്നില്ല, തിരക്കടില്ല. മക്കളെയും കൂടി കൂട്ടിക്കൊണ്ടുവരുന്ന തിരക്കടില്ല. ഇപ്പൊ മക്കളെ കൂടി നോക്കിയാണ് നോക്കി എനിക്കാ വന്നിരിക്കുക. അത് വലിയ പ്രയാസമാണ്. അപ്പൊ ചങ്ങായിന്റെ പ്രശ്നം എന്താ? കുട്ടികളും കൂടി നോക്കുന്ന പ്രയാസം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അവളെ അങ്ങനെ ചെയ്യാൻ കാരണം? പെട്ടെന്ന് വീട്ടിലാക്കിയിട്ട് അവള് വീട്ടിലങ്ങ് പോയി കളയാനുള്ള കാരണം എന്താ? അപ്പൊ ഇവൻ പറയാം, ഉസ്താദേ, അതൊരു ചെറിയൊരു തമാശ ഞാൻ പറഞ്ഞു പോയി. അത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ പറഞ്ഞു പോയത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ തമാശ നമുക്ക് കേൾക്കാൻ പറ്റിയ തമാശയാണെന്ന്? അത് കുഴപ്പമൊന്നുമില്ല ഉസ്താദേ. അപ്പൊ തമാശ എന്ന് പറഞ്ഞു. പറയാം, എന്താ തമാശ? അപ്പൊ ഈ ചങ്ങായി പറയാം, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഓളോട് ഓളെ മൂടൊന്നും ഓൺ ചെയ്യാൻ വേണ്ടിട്ട് ഞാനെന്താ ചെറിയൊരു തമാശ പറഞ്ഞതാ. എന്താ തമാശ? തമാശ വേറൊന്നുമല്ല, എടി പെണ്ണ്, ഞാന് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളെ പള്ളിക്ക് നേർച്ച വെച്ചു. നേർച്ച 1 രൂപ നേർച്ച വെച്ചു. 1 രൂപ 2000-ന്റെ പുതിയ നോട്ടുള്ള കാലത്താണ് 1 രൂപ നേർച്ച വെക്കാൻ. അപ്പൊ 1 രൂപ നേർച്ച വെച്ചിട്ട് ഞാൻ അല്ലാഹുവോട് പറഞ്ഞു, റബ്ബേ, ഈ 1 രൂപ നേർച്ചന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നല്ല സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടണം റബ്ബേ. അപ്പൊ അല്ലാഹ് നിന്നെ തന്നിട്ട് പറഞ്ഞു, 1 രൂപക്ക് കിട്ടിയ സാധനം ഇതന്നെ ഉള്ളൂ, ഇതിനപ്പുറം നല്ല സാധനം വേറെ കിട്ടത്തില്ല. ഈ ഒരു തമാശ ഞാൻ പറഞ്ഞപ്പോ ഓൾ അങ്ങ് പോയി കളഞ്ഞു ഉസ്താദേ. അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? ഭാര്യക്ക് നേരെ തിരിച്ചങ്ങോട്ട് ഭർത്താവിനോട് പറഞ്ഞ പോലെ എന്താ പറയേണ്ടത്? ഞാൻ 1 രൂപയല്ല 50 പൈസയാ നേർച്ച വെച്ചത്. തമാശക്ക് 50 പൈസ നേർച്ച വെച്ചു. 50 പൈസ നേർച്ച വെച്ചിട്ട് പറഞ്ഞു, നല്ലൊരു സ്വാലിഹായ ഒരു ഭർത്താവിനെ കിട്ടണം, പുതിയാപ്പനെ കിട്ടണം. ഞാൻ ഇതായിരുന്നു, നിങ്ങളെ റബ്ബ് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു 50 പൈസക്ക് കിട്ടുന്ന സാധനം ഇതന്നെയാണ്, ഇതിനപ്പുറം വില കിട്ടത്തില്ല. എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് 1 വേ അല്ലല്ലോ, ഡബിൾ വേ ആയില്ലേ? അവിടെ ഇങ്ങോട്ട് പറഞ്ഞതുമായി ഇവിടെ അങ്ങോട്ട് കേട്ടതുമായി. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ പ്രയാസങ്ങൾ വരാൻ കാരണം എന്താണ്? ആ പ്രയാസങ്ങൾ വരാൻ കാരണം വീട്ടിന്റെ ഉള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളാണ്. അത് വരാതിരിക്കാനുള്ള നല്ല വഴി മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രയാസങ്ങൾ വരാൻ കാരണം അവിടെ പിശാചിയുടെ സാന്നിധ്യമാണ്. ഭാര്യ ഭർത്താവ് താമസിക്കുന്ന വീട്ടില് ശൈത്താൻ കയറി കൂടിയതാണ്. എന്താ കാരണം? ഓരോ പുരുഷന്മാരും ശ്രദ്ധിക്കണം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയാൽ നിങ്ങളെ ജോലിയും കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ നിങ്ങളെ വീട്ടിന്റെ വാതിൽക്കല് 2 വിഭാഗം ആളുകൾ കാത്തിരിക്കുന്നു. ഒന്ന് ആരാണെന്നറിയോ? നിങ്ങളെ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകളാണ്. മറ്റൊന്നാരാണെന്നറിയുമോ? നിങ്ങളെ വീട്ടിലങ്ങ് കയറുമ്പോ നിങ്ങളെ കൂടെ വീട്ടിലങ്ങ് കയറിയിട്ട് നിങ്ങൾക്കും നിങ്ങളെ ഭാര്യമാർക്കും ഇടയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പിശാചുക്കളാ, ഇബ്ലീസാണ്, ശയാത്തീനാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ വീട്ടിലങ്ങ് കയറുന്ന സമയത്ത് നമ്മളെ കൂടെ ശൈത്താൻ കിടക്കാൻ പാടില്ല. റഹ്മത്തിന്റെ മലക്കുകളങ്ങ് കയറി വരണോ? ആ പിശാചുക്കളെ കണക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണോ? അള്ളാന്റെ പേര് ഉച്ചരിക്കുന്ന സ്ഥലത്ത് പിശാചുക്കള് കയറി വരില്ല. അതുകൊണ്ടാണ് വീട്ടിലങ്ങ് കയറുന്ന സമയത്ത് ബിസ്മിയും ചൊല്ലിയിട്ട് വീട്ടിലങ്ങ് കയറിയാൽ പിന്നെ നിന്റെ കൂടെ വീട്ടിൽ കയറുന്നത് വാതിൽക്കൽ കാത്തിരിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകളാണ്. പിശാചുക്കൾക്ക് പെർമിഷൻ ഇല്ല, അവരങ്ങ് കയറി ചെല്ലില്ല. കാരണം അള്ളാന്റെ പേരവിടെ പരാമർശിച്ചിട്ടുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിൽ കയറണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ പലപ്പോഴും നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്നു. എന്നാ റഹ്മത്തിന്റെ മലക്കുകൾ കയറാത്ത ചില സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് റഹ്മത്തിന്റെ മലക്കുകൾ കയറാത്ത സ്ഥലമാണ് വീട്ടിന്റെ ഉള്ളിൽ മനുഷ്യന്റെ ചിത്രമുണ്ടെങ്കിൽ, ഫോട്ടോ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് കിടക്കില്ല. ലാ യദ്ഖുലുൽ ജന്ന ലാ യദ്ഖുലുൽ ദാർ ലാ യദ്ഖുലുൽ ബൈത്ത് അൽ മലായിക. മലക്കുകൾ ആ വീട്ടിൽ കിടക്കില്ല. ലാ തദ്ഖുലുൽ മലായികതു ഫീ ബൈത്തിൻ ഫീഹി സൂറത്തുൻ ഖാല റസൂലുള്ളാഹി.
ഫോട്ടോ ഉള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ചില വീട്ടിലങ്ങ് കയറി നോക്കുമ്പോൾ വീട്ടിൽ നമ്മൾ ചില വാലിന്റെ സദസ്സിലങ്ങ് നോക്കും. വാലിന്റെ സദസ്സിലൊക്കെ പോകുമ്പോ ചിലപ്പോ ഫ്രഷ് ആകാനോ ചിലപ്പോ വിശ്രമിക്കാനോ ഒരു വീട്ടിലങ്ങ് കയറും. ആ വീട്ടുകാരൻ വലിയ ബഹുമാനത്തോടെ ഇച്ചങ്ങാന്റെ പ്രൈവറ്റ് മുറി തന്നെ നമുക്ക് തരൂ, ഇവനും ഭാര്യയും താമസിക്കുന്ന മുറി തന്നെ തരൂ. ശരിയാണെങ്കിൽ കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. അതേ സമയത്ത് ഒരു കാര്യം പറയട്ടെ, അവിടെ പലപ്പോഴും നമുക്ക് കാണാൻ പാടില്ലാത്തതുണ്ടാവും. അതവിടെ നിന്ന് മാറ്റിവെക്കാൻ മറന്നു പോകരുതേ. അതെന്താ, കല്യാണം കഴിഞ്ഞിട്ട് 40 കൊല്ലം പിന്നിട്ടിരിക്കും. അപ്പോഴും ഇച്ചങ്ങാന്റെ പ്രൈവറ്റ് റൂമില് ഇവന്റെ ഭാര്യന്റെ കൂടെ നിന്നെടുത്ത ഫോട്ടോ വെച്ചിരിക്കുകയാണ്. അത് നല്ല ബഹുമാനത്തോടുകൂടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഓ പാപ്പമാരെ, ഭാര്യമാരോട് 40 കൊല്ലം കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടാകാൻ പാടില്ല എന്നല്ല. അതേ സമയത്ത് സ്നേഹം ഉണ്ടാകേണ്ടത് പ്രൈവറ്റ് മുറിയിൽ നിങ്ങൾ ആൽബമിൽ ഫോട്ടോ പതിപ്പിച്ചത് കൊണ്ടല്ല. അതുകൊണ്ട് ഭാര്യമാരോട് സ്നേഹം ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടില് അതുപോലത്തെ ഫോട്ടോ ഏതെങ്കിലും ഒരു റാക്കിലോ ഏതെങ്കിലും ഒരു ഷെൽഫിലോ ഏതെങ്കിലും ഒരു ഷോക്കേസിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നിങ്ങൾ അതാ ജനങ്ങൾക്ക് കാണുന്ന വിധത്തിൽ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജനങ്ങൾ കാണുന്ന വിധത്തിൽ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വാദം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതവിടുന്ന് മാറ്റിയിട്ട് ജനങ്ങൾ കാണാത്ത സ്ഥലത്തെടുത്ത് വെച്ചോ. കാരണം ഫോട്ടോ ഉള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ചരിത്രം മറക്കാൻ പാടില്ല. ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. പറഞ്ഞു വെച്ച സംഭവം എന്താണ്? ഫിർഔനിന്റെ മകളുടെ മുടി അതേ ചീകിക്കൊടുക്കുന്ന മഹദിയുടെ ചരിത്രമാണ്. ആ മഹദി ഫിർഔനിന്റെ മകളുടെ മുടി അങ്ങ് ചീകിക്കൊടുക്കുമ്പോ ചീകാൻ ഉപയോഗിക്കുന്ന ചീർപ്പ് നിലത്തങ്ങ് വീണു. ആ നിലത്ത് വീണ ചീർപ്പങ്ങ് മേലോട്ടെടുക്കുകയാണ്. എടുക്കുമ്പോ പറഞ്ഞത് ഫഖാലത്ത് ബിസ്മില്ലാ, അള്ളാന്റെ പേര് പറഞ്ഞിട്ടാണ് ആ ചീർപ്പങ്ങ് മേലോട്ടെടുത്തത്. ഇതങ്ങ് ഫിർഔനിന്റെ മകൾ കേട്ടു. അള്ളാന്റെ പേര് പറഞ്ഞിട്ട് ചീർപ്പങ്ങെടുത്തത് ഫിർഔനിന്റെ മകള് കേട്ടു. ഫഖാലത്ത് ലഹാ ഇബ്നതു ഫിർഔൻ, ഫിർഔനിന്റെ മകള് ഈ ബീവിയോട് ചോദിക്കാണ്, അബി നിങ്ങൾ എന്റെ ബാപ്പാന്റെ പേര് പറയാത്തത്, നിങ്ങൾ എന്റെ അള്ളാന്റെ പേര് പറഞ്ഞത്, അപ്പൊ നിങ്ങൾ എന്റെ ബാപ്പാനെ റബ്ബായി അംഗീകരിക്കുന്നില്ലേ? നിങ്ങൾ അള്ളാന്റെ അടിമയാണോ? എന്റെ ബാപ്പാന്റെ അടിമയല്ലയോ? കാലത്ത് ഈ മഹദി പറഞ്ഞൂല്ല, ഞാൻ നിന്റെ ബാപ്പാന്റെ അടിമയല്ല, നിന്റെ ബാപ്പയായ ഫിർഔനിനെ റബ്ബായി ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ റബ്ബായി അംഗീകരിക്കുന്നത് വലാകിൻ റബ്ബി വറബ്ബു അബീകി അല്ലാഹ്. ഓ പെണ്ണേ, ഓ മോളെ, എന്റെ റബ്ബ് മാത്രമല്ല, നിന്റെ റബ്ബ് മാത്രമല്ല, റബ്ബാണെന്ന് വാദിക്കുന്ന, റബ്ബാണെന്ന് ഹുങ്ക നടിക്കുന്ന സാക്ഷാൽ നിന്റെ പിതാവ് ഫിർഔനില്ലയോ? ആ ഫിർഔനിന്റെ റബ്ബ് പോലും അല്ലാഹുവാണ് കേട്ടോ. ഇതങ്ങ് പറഞ്ഞപ്പോ ഫിർഔനിന്റെ മകൾ ചോദിക്കാണ്, ഞാൻ എന്റെ ബാപ്പാനോട് പോയി പറഞ്ഞാലോ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്റെ ബാപ്പാനോട് പോയി പറഞ്ഞാലോ? ആ പെണ്ണ് ഈ മഹദിയെ പേടിപ്പിച്ചതാണ്. പക്ഷേ മഹദിക്ക് ഈമാനിന്റെ മുന്നില് ഒരു പേടിയുമില്ല. കാലത്ത് ആ മഹദി പറയാണെന്ന് പൊയ്ക്കോ, പറഞ്ഞോ, എനിക്കൊരു വിഷയവുമല്ല. ആ ഫിർഔനിന്റെ മകൾ പോയിട്ട് ബാപ്പാനോട് പോയി പറയാണ്. ബാപ്പ ഈ മഹദിയെ എന്നെ വിളിച്ചു, ഫിർഔനെ വിളിച്ചു. വിളിച്ചിട്ട് ഫിർഔൻ ചോദിക്കാണ്, യാ ഫുലാന, ഓ പെണ്ണെ, വഇന്നലകി റബ്ബൻ ഗൈരി, നിനക്ക് ഫിർഔനാകുന്ന ഞാനല്ലാത്ത വേറെ ഒരു റബ്ബുണ്ടോ? ഞാനല്ലാത്ത ഒരു റബ്ബിനെ നീ അംഗീകരിക്കുന്നുണ്ടോ? ആ പെണ്ണിന് അവിടെയും പേടിയില്ല, കാരണം ഈമാന് വലുതാണ്. ആ പെണ്ണ് പറഞ്ഞു, നഅമദേ റബ്ബി വറബ്ബുകല്ലാഹ്. ഓ ഫിർഔൻ, എനിക്ക് ശമ്പളം തരുന്നത് നിങ്ങളാണ്, പക്ഷെ എന്നാലോ എന്റെ റബ്ബ്, ശമ്പളം തരുന്ന നിന്റെ റബ്ബ് അല്ലാഹുവാണ് കേട്ടോ. ആ
ആ ഫിർഔൻ എന്ത് ചെയ്തു? ഓ ഉമ്മമാരെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? സ്വന്തം ഈമാന് പോലും നിർബന്ധിതമായ സാഹചര്യത്തിൽ പണയം വെക്കേണ്ടി വന്നിട്ട് ആ പ്രയാസങ്ങളെ സഹിച്ചിട്ട് ഈമാന് സംരക്ഷിച്ച മഹതിമാരാണ് കേട്ടോ. ഒരു ചെമ്പിനാൽ ഒരു പാത്രം ഉണ്ടാക്കാൻ പറഞ്ഞു. തീയിൽ നിന്നുണ്ടാക്കപ്പെട്ട ഒരു ചെമ്പിനാൽ ഒരു പാത്രം ഉണ്ടാക്കാൻ പറഞ്ഞു. ഫിർഔനിന്റെ അനുയായികൾ ചെമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പാത്രം ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ, ചെമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പാത്രമാണെങ്കിൽ അതിന് തീ കാണിച്ചാൽ അത് വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്, വലിയ വിഷമമാണ്. ഫിർഔനിന്റെ അനുയായികൾ ചെമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പാത്രം ഉണ്ടാക്കി. എന്നിട്ട് തുമ്മ അമറൻ തുൽഖാ ഫിഹാ വഔലാദുഹാ ഫിഹാ. ഫിർഔൻ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ഈ പെണ്ണിനെയും ആ പെണ്ണിന്റെ മക്കളുണ്ടല്ലോ കൂടെ, അവരെയും ഈ പാത്രത്തിലിട്ട് നിങ്ങൾ കരിക്കണം. കാലത്ത് ഇത് ഈ മഹദി എന്ന് കേട്ടപ്പോ എന്തൊരു പ്രയാസമാണ്. ചെമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പാത്രമാണ്, അതിൽ നിറയെ തീയാണ്. ആ തീയിലിട്ടിട്ട് ഈ മഹദിയെയും മക്കളെയും കരിക്കാൻ വേണ്ടി ഫിർഔൻ ആജ്ഞാപിക്കുകയാണ്. ഇതെന്ന് കേട്ടപ്പോൾ ആ മഹദി ഫിർഔനിനോട് പറഞ്ഞു, ഇന്നലി ഇലൈക ഹാജതൻ. ഓ ഫിർഔൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ഞാൻ പറയുന്നതെന്ന് കേൾക്കുമോ? ഫിർഔൻ ചോദിക്കുകയാണ്, വമാ ഹാജതുകി, എന്താണ് പെണ്ണെ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ മഹദി പറയാണ്, ഉഹിബ്ബു അൻ തജ്മഅ ഇളാമി വഇളാമ ഔലാദി ഫീ തൗബിൻ വാഹിദി ഫതദ്ഫിനനാ ജമീആ. നിങ്ങളതാ ഏതായാലും നമ്മളെ ഓരോരുത്തരെ ആ പാത്രത്തിലിട്ട് നിങ്ങൾ കരിക്കുകയാണല്ലോ. എന്നാൽ കരിച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളതാ നമ്മുടെ എല്ലുകൾ ഉണ്ടാകുമല്ലോ, അത് നിങ്ങൾ അതുപോലെ നിങ്ങൾ കളയരുത്. നിങ്ങൾ അതിന് എന്ത് ചെയ്യണം? ആ എല്ലുകളെ മറവ് ചെയ്യണം. കാരണം ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ മരിച്ച മനുഷ്യനെ മറവ് ചെയ്യണമെന്നല്ലേ നിയമം. അതുകൊണ്ട് ഞങ്ങളതാ നിങ്ങൾ തീയിലിട്ട് ഞങ്ങളെ കരിച്ചു കളഞ്ഞാലും ഞങ്ങളെ എല്ലുകളെ കൊണ്ടുപോയി നിങ്ങൾ മറവ് ചെയ്യാൻ മറക്കരുത്. സുബ്ഹാന ജല്ല ജലാലുഹു. ഖാല ഫിർഔൻ പറയാണ്, ഫഅമറ ബിഔലാദിഹാ. ആ ഫിർഔൻ അനുയായികളോട് പറഞ്ഞു, ആദ്യമായി നിങ്ങൾ ആ മഹദിയുടെ മക്കളില്ലേ, ആ മക്കളെ ഓരോന്ന് നിങ്ങൾ ആദ്യമായി കരിച്ചു കളയുക. കാരണം ആ മക്കളെ കരിച്ചു കളയുന്ന രംഗം കാണുമ്പോഴെങ്കിലും ആ മഹദി എന്നെ റബ്ബായി അംഗീകരിക്കുമല്ലോ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ആ മഹദിയെ കരിച്ചു കളയണ്ട, ആദ്യം ആ മഹദിയുടെ ഓരോ മക്കളെ നിങ്ങൾ ആ തീയിലിട്ട് കരിച്ചു കളയുക. അനുയായികൾ എന്ത് ചെയ്തു? ഓരോ മക്കളെ ചെമ്പിനാൽ ഉണ്ടാക്കപ്പെട്ട പാത്രം നിറയെ തീയാണല്ലോ, ആ തീയുള്ള പാത്രത്തില് ഓരോ മക്കളെ അങ്ങ് എടുത്ത് ആ മക്കളെ അങ്ങ് ഇട്ടു, അതിലങ്ങ് കരിക്കുകയാണ്. വാഹിദൻ വാഹിദ, ഓരോരുത്തരെ അങ്ങ് കരിക്കുകയാണ്. ഇലാ അനിന്ദാലിക ഇലാ സബിയിൻ ലഹാ മുർദഈൻ. അവസാനത്തെ ചാൻസ് ഈ മഹദിയെ എറിയലാണ്. അതിനു മുമ്പ് അവസാനം ഒരു കുട്ടി മാത്രമേ ബാക്കിയുള്ളൂ. ആ കുട്ടിയാണെങ്കിലോ അതേ മുലപ്പാല് കുടിക്കുന്ന കുട്ടിയാണ്, അടുത്ത് പ്രസവിച്ച കുട്ടിയാണ്, മുലപ്പാല് കുടിക്കുന്ന കുട്ടിയാണ്. അടുത്ത് എറിയാൻ പോകുന്നത് മുലപ്പാല് കുടിക്കുന്ന കുട്ടിയെയാണ് കേട്ടോ. ആ മുലപ്പാല് കുടിക്കുന്ന കുട്ടിയെ അങ്ങ് എറിയാൻ നോക്കുമ്പോ ഉമ്മാക്കത് സഹിച്ചില്ല. അതുവരെ എല്ലാ മക്കളെ വലിച്ചെറിഞ്ഞത് മഹദി അങ്ങ് സഹിക്കുകയാണ്. അതേ സമയത്ത് അമ്മിഞ്ഞ പാല് കുടിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിയെ ആ പാത്രത്തിലങ്ങ് എടുത്തെറിയുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. ആ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങ് വന്നു, ഉമ്മയങ്ങ് കരയുന്നു. ആ കരയുന്ന സമയത്ത് എന്തൊരത്ഭുതമാണ്! മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ആ കുഞ്ഞങ്ങ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാനുള്ള പ്രായമായിട്ടില്ല. അതേ സമയത്ത് സംസാരിക്കാനുള്ള പ്രായമാകാതെ തന്നെ സംസാരിച്ച ഒരുപാട് മക്കളെ ചരിത്രം ഹദീസിന്റെ കിതാബുകളിലുണ്ട്, ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കുട്ടിയാണ് ഈ കുട്ടിയെന്ന് മഹാന്മാര് പഠിപ്പിച്ചു.
പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടി ഉമ്മ കരയുന്ന രംഗമെന്ന് കണ്ടപ്പോ ആ കുട്ടി അങ്ങ് പറയാൻ തുടങ്ങുകയാണ്, യാ ഉമ്മ اقتحمي فإن عذاب الدنيا أهون من عذاب الآخرة. ഇപ്പോഴും നിങ്ങളെ ഈമാന് പണയം വെക്കല്ലേ. മുലപ്പാല് കുടിക്കുന്ന, അമ്മിഞ്ഞ് പാല് കുടിക്കുന്ന എന്നെ ഫറോവയുടെ അനുയാളികൾ തിരുക്കുണ്ടാരത്തിരങ്ങ് വലിച്ചെറിഞ്ഞാൽ തീയിനാലുണ്ടാക്കപ്പെട്ട, ചെമ്പിനാലുണ്ടാക്കപ്പെട്ട പാത്രം നിറയെ തീയുള്ള ആ പാത്രത്തിലങ്ങ് ഇട്ട് കരിച്ചു കളയുകയാണെങ്കിൽ ഉമ്മ നിങ്ങൾ ഈമാൻ പണയം വെക്കല്ലേ. നിങ്ങൾ സഹിക്കൂമ, ക്ഷമിക്കൂമ, സഹനം കൈവരിക്കൂമ, സബുരതയോമ. ആ ചെറിയ കുഞ്ഞിയുടെ സംസാരമെന്ന് കേട്ടപ്പോ ആ മഹദി അങ്ങ് മാറി നിൽക്കുകയാണ്. ആ മഹദി അങ്ങ് മാറി നിൽക്കുകയാണ്. മുലപ്പാല് കുടിക്കുന്ന കുട്ടിയെ ആ പാത്രത്തിലങ്ങ് എറിഞ്ഞു അതേ കത്തിക്കുന്നു. നേരിലങ്ങ് കാണുകയാണ്. എന്നിട്ടും ഈമാന് പണയം വെച്ചില്ല. കാരണം മക്കളെക്കാൾ വലുത്, സ്വന്തം ശരീരത്തെക്കാൾ വലുത് ഈ ഭൗതിക ലോകത്ത് ജീവിക്കലല്ല. എല്ലാത്തിനേക്കാളും വലുത് നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടലാണ്. അതിലേറ്റവും പ്രധാനമായും വേണ്ടത് ഈമാനാണല്ലോ. ആ ഈമാന് പണയം വെച്ചിട്ടുള്ളൊരു ജീവിതം എനിക്ക് ഈ ദുനിയാവിൽ വേണ്ട. ഞാൻ എന്റെ സംസാരമെന്ന് ചുരുക്കുകയാണ്. എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, ചെറിയ പ്രയാസങ്ങളെന്ന് വരുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി നടക്കുന്ന ഉമ്മമാരെ, ബീവിയില്ലേ ഫിർഔനിന്റെ മകളുടെ മുടി ചെയ്യുന്ന, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായി ജീവിക്കുന്ന ആ മഹദി ഈമാന് പണയം വെക്കാത്ത ചരിത്രമില്ലേ? മനസ്സിലൊന്ന് കുത്തിവെച്ചോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ സ്വീകരിച്ചോ. നീ ധരിക്കുന്ന വസ്ത്രധാരണയുണ്ടല്ലോ, അല്ലാഹു പറഞ്ഞ വസ്ത്രധാരണയായിരിക്കട്ടെ. നീ റോട്ടിലൂടെ നടക്കുമ്പോ മുഖം മറക്കാതെ നടക്കല്ലോ.